ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2020 പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാട് കാലമായി നമ്മൾ കാത്തിരിക്കുന്നു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിളിക്കാനായിട്ട്. അപ്പം ദിസ് ഇയർ 2020-2021 പ്രൈവറ്റ് രജിസ്ട്രേഷൻ രീതിയിൽ വിളിച്ചിട്ടുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റും കോഴ്സസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ അപ്ലിക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ നമുക്ക് നോട്ടിഫിക്കേഷനും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുള്ളത്, അതുപോലെ ഏതൊക്കെയാണ് പ്രോഗ്രാംസ്, അതിൻ്റെ കോംപ്ലിമെൻ്ററി കോഴ്സസ്, അങ്ങനെ മറ്റ് ഡീറ്റെയിൽസ്, ഓപ്പൺ കോഴ്സസും ഫീസും മറ്റ് ഡീറ്റെയിൽസും മുഴുവനും ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. അതിനുശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫീ അടച്ചിട്ടല്ല. മുൻ വർഷങ്ങളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫീ അടച്ചിട്ടായിരുന്നു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. പക്ഷേ ദിസ് ഇയർ ഓൺവേർഡ്സ് നിങ്ങൾ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫീ അടയ്ക്കുക. സോ ആദ്യം തന്നെ നിങ്ങൾ ഫീ അടച്ച് ചെല്ലാനൊക്കെ ചെയ്തിട്ട് റെഡിയായി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. സോ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ അറ്റ് ഫസ്റ്റ്, എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫീ അടയ്ക്കുക. അതെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാതെ ആദ്യം തന്നെ ഫീ അടച്ചു കഴിഞ്ഞാൽ ആ ഫീ പോയിട്ടോ. അപ്പോൾ അതിനാരും നിൽക്കണ്ട. സോ കംപ്ലീറ്റ് യുവർ അപ്ലിക്കേഷൻ അറ്റ് ഫസ്റ്റ്. അപ്പോൾ അപ്ലിക്കേഷനിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും ആവശ്യം വരിക, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യം വരിക, അതുപോലെ പ്രോഗ്രാംസും മറ്റ് ഡീറ്റെയിൽസും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. സോ ഓവർ ടു ദ വീഡിയോ. അപ്പോൾ അതിനു മുന്നേ ആദ്യം തന്നെ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, പ്ലീസ് സപ്പോർട്ട് ദ ചാനൽ. ഇതുപോലെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് പറ്റുന്നതാണെങ്കിൽ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ട് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ എന്നാൽ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൻ്റെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാണാം. ഇത് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷനാണ്, UG പ്രോഗ്രാമിൻ്റെ 2020-2021. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ കോഴ്സസ് ആണെന്നുള്ളത് നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് പ്രോഗ്രാംസ്. സോ ദിസ് ഇസ് BA അഫ്സൽ ഉലുലാമ, BA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, BA ഹിന്ദി, BA മലയാളം, BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, BA ഫിലോസഫി, BA സാൻസ്ക്രിറ്റ് സാഹിത്യ, BA സോഷ്യോളജി, BCom, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ BBA, BSc മാത്തമാറ്റിക്സ്. ഈ 14 കോഴ്സസ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ഡിസ്റ്റൻസ് ആയിട്ട് വിളിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിളിച്ചിട്ടുള്ളത്. സോ കോഴ്സസ് നിങ്ങൾ പരിചയപ്പെട്ടു. ഇനി കോഴ്സസിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ദ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഷാൽ ഇൻക്ലൂഡ് 4 ടൈപ്സ് ഓഫ് കോഴ്സസ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ BCom സെലക്ട് ചെയ്ത വിദ്യാർത്ഥി എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. കോമൺ കോഴ്സ് ഉണ്ടാവും, കോർ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ് ആൻഡ് ഓപ്പൺ കോഴ്സ്. അപ്പോൾ യു ഹാവ് കോമൺ കോഴ്സ്, കോർ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ് ആൻഡ് ഓപ്പൺ കോഴ്സ്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കോമൺ കോഴ്സ് ആദ്യം വരുന്നത് കോമൺ കോഴ്സ്. അപ്പോൾ കോമൺ കോഴ്സ് നമ്മൾ യൂഷ്വലി അപ്ലിക്കേഷനിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. കോമൺ കോഴ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മളവിടെ എൻ്റർ ചെയ്യുക ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ കോമൺ കോഴ്സായിട്ട് നിങ്ങൾ അധിക പേരും പഠിച്ചിട്ടുണ്ടാവുക മുന്നേ ഒക്കെ ഇംഗ്ലീഷ് ആവും. അപ്പോൾ ഇനി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ കോമൺ കോഴ്സുകൾ ഇവിടെ 14 കോമൺ കോഴ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതൊരു ഗ്രൂപ്പാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ യു ക്യാൻ സീ ഹിയർ 14 കോമൺ കോഴ്സുകളുണ്ട്. ഇംഗ്ലീഷ് തന്നെ 6 തരം നോക്കൂ. ഇംഗ്ലീഷ് വരികയാണെങ്കിൽ ട്രാൻസാക്ഷൻ, എസെൻഷ്യൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്, വേസ് വിത്ത് വേർഡ്സ്, റൈറ്റിംഗ് ഫോർ അക്കാഡമിക്, റീഡിംഗ് സിഗ്നേച്ചേഴ്സ്, സ്പെക്ട്രം, അങ്ങനെ പല കോഴ്സുകളായിട്ട് ഇംഗ്ലീഷ് തന്നെ ഇവിടെ തിരിച്ചിട്ടുണ്ട്. ദെൻ യു ഹാവ് അഡീഷണൽ ലാംഗ്വേജ് കോഴ്സ്, അതായത് മലയാളം, ഹിന്ദി, അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ്. അതുപോലെ അഡീഷണൽ ലാംഗ്വേജ് കോഴ്സ് 2, 3, 4, ജനറൽ കോഴ്സ് 1, 2, 3, 4, അതായത് ബേസിക് ന്യൂമറിക്കൽ സ്കിൽ, ജനറൽ ഇൻഫോർമാറ്റിക്സ്. ഇങ്ങനെ മൊത്തത്തിൽ 14 കോഴ്സുകളാണ് കോമൺ കോഴ്സായിട്ട് തന്നിട്ടുള്ളത്. ഇനി ഈ 14 കോഴ്സിന് ഒരു സ്റ്റുഡൻറ്റ് 10 കോഴ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 10 കോഴ്സ്. ഹിയർ യു ക്യാൻ സീ ഇൻ ജനറൽ എവറി അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ഷാൽ അണ്ടർഗോ 10 കോമൺ കോഴ്സസ് chosen from a group of 14 common courses listed below. അപ്പം
ഒരു BSc പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു BA പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 14 കോമൺ കോഴ്സിൽ നിന്ന് 10 കോമൺ കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ 4 കോഴ്സുകൾ ഏതൊക്കെയായിരുന്നു? കോമൺ കോഴ്സ്, കോർ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ് ആൻഡ് ഓപ്പൺ കോഴ്സ്. അപ്പോൾ കോമൺ കോഴ്സിൻ്റെ കാര്യം ഇതാണ്. 14 കോമൺ കോഴ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 10 കോമൺ കോഴ്സുകൾ നിങ്ങൾ ചൂസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, കോമൺ കോഴ്സുകൾ ഏതൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു അതായത് BA-കാർക്ക് ഏതൊക്കെ കോമൺ കോഴ്സുകളാണ്, BCom BBA-കാർക്ക് ഏതൊക്കെ കോമൺ കോഴ്സുകളാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് BA BSc ആണെങ്കിൽ 1 2 7 ഇംഗ്ലീഷിൽ വരിക. നോക്കൂ, 1 2 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോഴ്സ് ഇൻ ഇംഗ്ലീഷ്, പിന്നെ അഡീഷണൽ ലാംഗ്വേജ് ഇതിലൊന്ന് വരും. മലയാളം, ഹിന്ദി, അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ് ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും. ദെൻ യു ഹാവ് 3 4 8. സെമസ്റ്റർ 2-ൽ വരുന്നത് 3 4 8. അപ്പോൾ ചെക്ക് ചെയ്യുക. 3 എന്ന് പറഞ്ഞാൽ കോമൺ കോഴ്സ് ഇംഗ്ലീഷിൻ്റെ 3. ദെൻ 4 ആയിരുന്നില്ലേ, 4 നെക്സ്റ്റ് ഇംഗ്ലീഷ് ആൻഡ് ദെൻ 8 ഈ കോഴ്സുകൾ അഡീഷണൽ കോഴ്സസ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി. ഏതൊക്കെയാണ് നിങ്ങളിപ്പോൾ ഒരു BA പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വരുന്ന കോമൺ കോഴ്സുകൾ 1 2 7 3 4 8 5 9 6 10. അതായത് ഓരോ സെമസ്റ്ററിലും വരുന്ന കോമൺ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. അത് ജസ്റ്റ് യു ക്യാൻ സീ ഹിയർ. BComന് ഏതൊക്കെയാണ്, BBAക്ക് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇനി കോംപ്ലിമെൻ്ററി കോഴ്സസ് നമ്മൾ പറഞ്ഞ ലിസ്റ്റിലെ സെക്കൻഡ് കോഴ്സാണ് കോംപ്ലിമെൻ്ററി കോഴ്സ്. അല്ലെങ്കിൽ യു ഹാവ് കോമൺ കോഴ്സ്, കോർ കോഴ്സ്. കോർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു BSc മാത്തമാറ്റിക്സ് എടുത്ത ആളെ കോർ കോഴ്സാണ് മാത്തമാറ്റിക്സ്. അതിന് കൂടെ നമ്മൾ കുറച്ച് കോംപ്ലിമെൻ്ററി കോഴ്സസും കൂടി പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കോംപ്ലിമെൻ്ററി കോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് തിരിച്ചിട്ടുണ്ട് കോംപ്ലിമെൻ്ററി കോഴ്സസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് 1 വരിക സെമസ്റ്റർ 1-ലും 4-ലും, ടൈപ്പ് 2 വരിക സെമസ്റ്റർ 2 ആൻഡ് 3. ഓക്കെ, അപ്പോൾ ഒരു ടൈപ്പ് 1 കോഴ്സ് സെലക്ട് ചെയ്ത ആൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈപ്പ് 2 കോഴ്സുകളിൽ നിന്ന് വേണം ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ടൈപ്പ് 1 ഒരാൾ ജേർണലിസം സെലക്ട് ചെയ്തു എന്ന് വെക്കട്ടെ. അപ്പോൾ ടൈപ്പ് 2 വരിക മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഇലക്ട്രോണിക് മീഡിയ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ്. ഈ കോഴ്സുകളിൽ നിന്നൊന്ന് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ കേസ് ഫോർ BA ഇംഗ്ലീഷ്. ഹെഡിങ് ഇവിടെ ഉണ്ട്. BA ഇംഗ്ലീഷിൽ ടൈപ്പ് 1 നിങ്ങൾക്ക് ജേർണലിസം, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എമർജൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇസ്ലാം. ഈ 4 ടൈപ്പ് 1 കോംപ്ലിമെൻ്ററി കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈപ്പ് 2 കോഴ്സസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ട് ആ ബോക്സിൽ റൈറ്റിൽ ടൈപ്പ് 2 വരുന്ന കോഴ്സും സെലക്ട് ചെയ്യുക. ഈ രീതിയിലാണ് കോംപ്ലിമെൻ്ററി കോഴ്സസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ BA മലയാളം നോക്കൂ, കേരള പഠനം എന്നുള്ള ടൈപ്പ് 1 കോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ജേർണലിസം, സാൻസ്ക്രിറ്റും ടൈപ്പ് 2-ൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ കോഴ്സിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഇതാ ടൈപ്പ് 1 ടൈപ്പ് 2 ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. അഫ്സലുല്ലാമ ആണെങ്കിൽ ഫങ്ഷണൽ അറബിക്കും കൊമേഴ്ഷ്യൽ ആൻഡ് മീഡിയ റൈറ്റിംഗ് ഇൻ അറബിക്. അത് വേറെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനൊന്നുമില്ല, ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഇത് തന്നെയായിരിക്കും ടൈപ്പ് 1 ടൈപ്പ് 2 ആയിട്ടുള്ള കോഴ്സുകൾ വരിക. ഫസ്റ്റ് ആൻഡ് ഫോർത്തിൽ ടൈപ്പ് 1-ഉം സെമസ്റ്ററിൽ, ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് സെമസ്റ്ററിൽ ടൈപ്പ് 2 ആണ് വരിക. അപ്പം നിങ്ങൾക്ക് ഏത് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഏത് കോഴ്സാണ് അതിനായിട്ടുള്ളത് നോക്കാം. സോ BSc Mathematics, BCom, BBA. ഓക്കെ, ഇനി ഫൈനലി യു ഹാവ് എൻ ഓപ്പൺ കോഴ്സ്. ഓപ്പൺ കോഴ്സ് 5th സെമസ്റ്ററിലാണ് വരിക. ഇപ്പോൾ ഫോർ നൗ നമ്മൾ 4th സെമസ്റ്റർ വരെ ഉള്ളതാണ് കോംപ്ലിമെൻ്ററി കോഴ്സും ഓപ്പൺ കോഴ്സൊക്കെ വരുന്നത്. കോംപ്ലിമെൻ്ററി കോഴ്സസ് ആൻഡ് കോമൺ കോഴ്സസ് അപ് ടു സെമസ്റ്റർ 4 ആണ്. 5th സെമസ്റ്ററിൽ ഓപ്പൺ കോഴ്സ് വരും. ഓപ്പൺ കോഴ്സ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതൊന്നൊന്ന് സെലക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ 5th സെമസ്റ്റർ ആകുമ്പോഴേക്കും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നൗ എലിജിബിലിറ്റി റൂൾസ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. +2 പാസ്സായിരിക്കണം. വിത്ത് ഹൗ മച്ച് % ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ്ഡ് ഫോർ HSC ഓഫ് കേരള സ്റ്റേറ്റ്. ജസ്റ്റ് പാസ്സേ പറയുന്നുള്ളൂ, എത്ര % എന്നൊന്നും പറയുന്നില്ല. സോ ജസ്റ്റ് യു നീഡ് ടു ഹാവ് എ പാസ് ഇൻ യുവർ +2.
അപ്പോൾ കേരള സ്റ്റേറ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് HSC കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാം. അതായത് കേരള സ്റ്റേറ്റ് പഠിച്ച ആൾക്ക് മാത്രമാണോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആൻഡ് യു ക്യാൻ സീ ഹിയർ ഇക്വലൻ ദർ ടു വിച്ച് മീൻസ് CBSE ആയാലും മറ്റേത് സിലബസ് ആയാലും അതിൻ്റെ കേരള സിലബസ് ആയിട്ടുള്ള ഇക്വലൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായിട്ട്. ഓരോ കോഴ്സിൻ്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസും ഇവിടെ സൈറ്റിൽ, അതായത് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നൗ ഫീ ഡീറ്റെയിൽസ്. പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ ഫീ ആയി വരുന്നത് 1500 രൂപയാണ്. ആൻഡ് മെട്രിക്കുലേഷൻ ഫീ 115 റുപ്പീസ്. അതെന്താണ്? ഫോർ ദോസ് ഹു ആർ എൻറോളിംഗ് ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മെട്രിക്കുലേഷൻ ഫീ അടയ്ക്കണം. ഇനി അതല്ല മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ 170 റുപ്പീസ് അടയ്ക്കണം. അത് റീമെട്രിക്കുലേഷൻ ഫീ എന്നാണ് പറയാം. അപ്പോൾ മെട്രിക്കുലേഷനും റീമെട്രിക്കുലേഷനും കൂടി ഒരാൾ അടയ്ക്കേണ്ട ആവശ്യം വരില്ല. ആദ്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചേരുകയാണെങ്കിൽ മെട്രിക്കുലേഷൻ ഫീ, നിങ്ങൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ റീമെട്രിക്കുലേഷൻ ഫീ. ഓക്കെ, അതിലേതെങ്കിലും ഒന്നായിരിക്കും അടയ്ക്കേണ്ടി വരിക. ദെൻ റെക്കഗ്നിഷൻ ഫീ, അതായത് സ്റ്റേറ്റ് ബോർഡുമായിട്ടുള്ള റെക്കഗ്നിഷൻ ഇക്വലൻസിക്ക് വേണ്ടിയുള്ള ഫീ ആണ് 115 റുപ്പീസ്. ദെൻ പോസ്റ്റേജ് ചാർജസ് 60 റുപ്പീസ്. ദെൻ മോഡ് ഓഫ് അപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷനിൽ ലിങ്കും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്യാം. നൗ ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് അലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗത്ത് പോസ് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് മാത്രം ചെക്ക് ചെയ്യാം കേട്ടോ. പറയുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു പോകണമല്ലോ, അല്ലെങ്കിൽ കൂടുതൽ ഡൗട്ട് വരാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് അലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ. യു ഹാവ് ഒറിജിനൽ ചലാൻ റെസിപ്റ്റ് ഫോർ റിക്വയർഡ് ഫീ, ദെൻ TC +2 TC, original and copies of your qualifying certificates and mark list, self-attested copy of SSLC equivalent for proof of age, date of birth, birth certificateും SSLC ബുക്ക്ലെറ്റിൻ്റെ കോപ്പിയും ഒക്കെ കൊടുത്താൽ മതി. സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ദോസ് ഹു ആർ എലിജിബിൾ ഫോർ മാർക്ക് റിലാക്സേഷൻ, അതിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ അഡ്രസ്, സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് മെമ്മോ ഒക്കെ വരാനായിട്ടുള്ള ഒരു എൻവലപ്പും കൂടെ വെക്കേണ്ടതാണ്. സ്റ്റാമ്പൊന്നും ഒട്ടിക്കേണ്ട, പക്ഷേ അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ട് 30 സെൻറ്റിമീറ്റർ × 25 സെൻറ്റിമീറ്റർ സൈസുള്ളൊരു എൻവലപ്പ് വേണം. ഇനി ഓപ്പൺ സ്കൂളിങ്ങിലാണെങ്കിൽ, നിങ്ങൾ +2 പഠിച്ചത് ഓപ്പൺ സ്കൂളിങ്ങിലാണെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അതും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് ദോസ് ഹു ഹാവ് ഓൾറെഡി രജിസ്റ്റർഡ് ഫോർ ഡിഗ്രി എക്സാമിനേഷൻ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ദ പ്രോഗ്രാം മസ്റ്റ് പ്രൊഡ്യൂസ് ക്യാൻസലേഷൻ മെമ്മോ. മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിന് നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത ഓർഡർ അല്ലെങ്കിൽ മെമ്മോ ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടതാണ്. ആൻഡ് അഡീഷണൽ ഡിഗ്രി കാൻഡിഡേറ്റ് ഷുഡ് സബ്മിറ്റ് ഒറിജിനൽ ആൻഡ് കോപ്പി ഓഫ് ദെയർ എക്സിസ്റ്റിംഗ് ഡിഗ്രി ഓർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്. ഒരു ഡിഗ്രി ഓൾറെഡി എടുത്തിട്ട് മറ്റൊരു ഡിഗ്രിക്കാണെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളിതൊക്കെ പോസ്റ്റൽ വഴി അയക്കേണ്ടതായിട്ടുണ്ടല്ലോ. സോ കോൺടാക്ട് ഡീറ്റെയിൽസ് യു ക്യാൻ സീ ഹിയർ. ഡെപ്യൂട്ടി രജിസ്ട്രാർ, പ്രൈവറ്റ് രജിസ്ട്രേഷൻ, SDE ബിൽഡിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലപ്പുറം 673635. ആൻഡ് യു ഹാവ് എൻക്വയറി നമ്പേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ഡൗട്ടിനും നിങ്ങൾക്ക് എപ്പോഴും കോൺടാക്റ്റ് ചെയ്യാവുന്ന ഒരു മെയിൽ IDയും ഉണ്ട്, sde@uoc.ac.in. അതേപോലെ തന്നെ നിങ്ങൾ ഇതിലാണെങ്കിലും ഡിജിറ്റൽ വിങ്ങിലേക്കും നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. സോ ഇതൊക്കെയാണ് ജനറൽ ഇൻഫർമേഷൻ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദോസ് ഹു ആർ അപ്ലൈയിങ്. And thank you.